കർക്കിടക മാസത്തിൽ മേടക്കൂറുകാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രക്കാർക്ക് ഉള്ള ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. കർക്കിടക മാസത്തിൽ ഓരോ ഗ്രഹങ്ങളുടെയും അവസ്ഥ അനുസരിച്ച് ഏതൊക്കെ ഭാവങ്ങളിൽ നിൽക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി ചാരവശാലുള്ള ഫലമാണ് ഇവിടെ പറയുന്നത്. മേടക്കൂറുകാർക്ക് 4-ാം ഭാവത്തിൽ ആദിത്യൻ, 3-ാം ഭാവത്തിൽ ഗുരു, 2-ാം ഭാവത്തിൽ ശുക്രൻ, 5-ാം ഭാവത്തിൽ കുജൻ അഥവാ ചൊവ്വ, 4-ാം ഭാവത്തിൽ ബുധൻ, 12-ാം ഭാവത്തിൽ ശനി, 11-ാം ഭാവത്തിൽ രാഹു, 5-ാം ഭാവത്തിൽ കേതു എന്നിങ്ങനെയുള്ള സ്ഥിതിയാണ് കർക്കിടക മാസത്തിൽ. ഇതിൽ ചില ഗ്രഹങ്ങൾ ഗുണഫലങ്ങൾ നൽകുമ്പോൾ ചില ഗ്രഹങ്ങൾ ദോഷഫലങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ ഗ്രഹങ്ങൾ ഗുണഫലങ്ങൾ നൽകുന്നു എന്നും ഏതൊക്കെ ഗ്രഹങ്ങൾ ദോഷഫലങ്ങളാണ് നൽകുന്നു എന്നുമാണ് പറയാൻ പോകുന്നത്. കർക്കിടക മാസത്തിലെ സ്ഥിതി അനുസരിച്ച് ശുക്രൻ, ബുധൻ, കുജൻ, രാഹു എന്നിവ നല്ല സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ ആദിത്യൻ, ശനി, കേതു എന്നിവ അശുഭ ഭാവത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുണദോഷങ്ങൾ സമ്മിശ്രമായി അനുഭവിക്കേണ്ടി വരുന്ന ഒരു കാലമാണ് മേടക്കൂറുകാർക്ക് കർക്കിടക മാസം എന്ന് പറയാവുന്നതാണ്. മേടക്കൂറുകാർക്ക് ആദിത്യൻ 4-ാം ഭാവത്തിലാണ്. 4-ാം ഭാവം ആദിത്യന് അത്ര ശുഭകരമായ സ്ഥാനമല്ല. മനസ്സുഖക്കുറവ്, രോഗം, ആഭരണ നഷ്ടം, ഭൂമി നഷ്ടം, വാക്തർക്കം, പനി പോലെയുള്ള അസുഖങ്ങൾ എന്നിവ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വ്യാഴം 3-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. 3-ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി നല്ലതല്ല. 3-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ബുദ്ധിക്ഷയം, വിലയും നിലയും നഷ്ടപ്പെടുക, ഇഷ്ടജന വിരഹം, കാര്യവിഘ്നം, ബന്ധുനാശം, യാത്ര കൊണ്ടുള്ള ക്ലേശങ്ങൾ, വഞ്ചനയിൽ ഏർപ്പെട്ടു പോവുക, സ്വത്ത് നഷ്ടം ഉണ്ടാവുക, സ്വത്ത് വാങ്ങുമ്പോഴോ വിൽക്കുമ്പോഴോ നഷ്ടം ഉണ്ടാവുക, ഉത്സാഹക്കുറവ് കാണിക്കുക, മൊത്തത്തിൽ ഒരു മനോവിഷമം ഉണ്ടാകുന്ന അവസ്ഥയാണ് 3-ാം ഭാവത്തിൽ ഗുരു എത്തുമ്പോൾ ഉണ്ടാകുന്നത്. എന്നാൽ ശുക്രൻ 2-ാം ഭാവത്തിൽ നിന്നും ഈ ജൂലൈ മാസം 26-ാം തീയതി 3-ാം ഭാവത്തിലേക്ക് മാറുകയാണ്. ശുക്രന് 2-ാം ഭാവവും 3-ാം ഭാവവും ശുഭസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടഭക്ഷണം ലഭ്യമാവുക, ധനലാഭം, സ്നേഹിതരുമായി കൂട്ടുചേർന്ന് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക, വസ്ത്രലാഭം, സ്ത്രീ സുഖം, സന്താനങ്ങളെ കൊണ്ട് സുഖം എന്നിവ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം എന്നീ നക്ഷത്രക്കാർക്ക് 4-ാം ഭാവത്തിലേക്കാണ് ബുധൻ വന്നിരിക്കുന്നത്. 4-ാം ഭാവം എന്ന് പറയുന്നത് മാതാവ്, ബന്ധുക്കൾ, അമ്മാവൻ, കൃഷി, വീട്, മരുമക്കൾ, സുഹൃത്ത്, വാഹനം, വിദ്യ, സുഖാവസ്ഥ, മനോഗുണം, ഭൂമി, ഭവനം എന്നിങ്ങനെയുള്ള കാരകത്വത്തിൽ പെടുന്നതാണ് 4-ാം ഭാവം. അതുകൊണ്ട് തന്നെ ധനലാഭവും വിദ്യാലാഭവും കുടുംബത്തിൽ അഭിവൃദ്ധിയും ബന്ധുജന അഭിവൃദ്ധിയും പ്രീതിയും അഭിമാനവും മനസന്തോഷവും സ്ത്രീലാഭവും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കർക്കിടകക്കൂറുകാർക്ക് ബുധൻ 4-ാം ഭാവത്തിൽ വരുന്നത് വഴി. കുജൻ അഥവാ ചൊവ്വ ഇപ്പോൾ കർക്കിടകക്കൂറുകാർക്ക് 5-ാം ഭാവത്തിലായിരുന്നു. ഈ 5-ാം ഭാവത്തിൽ നിന്ന് 6-ാം ഭാവത്തിലേക്കാണ് ചൊവ്വ മാറി വരുന്നത്. 5-ാം ഭാവം അത്ര ഗുണപ്രദമല്ലെങ്കിലും കുജന് 6-ാം ഭാവം നല്ലതാണ്. 6-ാം ഭാവത്തിൽ കുജൻ എത്തുമ്പോൾ ധനലാഭവും വിജയവും ഉണ്ടാകുന്നു. ഏതെങ്കിലും രീതിയിൽ കലഹമോ പ്രശ്നങ്ങളോ ഉള്ളത് ഒക്കെ മാറിക്കിട്ടാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. രോഗശാന്തിയും വിജയവും ധനലാഭവും ഒക്കെ ഇവർക്ക് ഉണ്ടാകുന്നതാണ്. കാര്യങ്ങൾ മൊത്തത്തിൽ ഒരു അനുകൂലമായി വരുന്ന സ്ഥിതിയാണ് കുജൻ 6-ാം ഭാവത്തിൽ എത്തുമ്പോൾ ഉണ്ടാകുന്നത്. ആദിയും വ്യാധിയും ഒക്കെ ഒഴിഞ്ഞു കിട്ടുക, ശത്രു വിജയം നേടുക, കടം കൊടുത്ത പണം തിരിച്ചു കിട്ടുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുജൻ 6-ാം ഭാവത്തിൽ കുജൻ്റെ സ്ഥിതി അനുസരിച്ച് വന്നു ചേരുന്നതാണ്. എന്നാൽ ഇവർക്ക് ശനി അനുകൂല ഭാവത്തിലല്ല. 7ര ശനി തുടങ്ങിയ കാലമാണ്. 7ര ശനിയുടെ ആദ്യത്തെ 2.5 വർഷം ആണ് ഇപ്പോൾ ഇവരുടെ 12ാം ഭാവത്തിലേക്കാണ് ശനി വന്നിരിക്കുന്നത്. 12ാം ഭാവത്തിൽ ശനി വരുമ്പോൾ പൊതുവെ ശത്രുക്കളെ കൊണ്ടുള്ള
പ്രശ്നങ്ങൾ, പാഴ്ചിലവ്, ധനനാശം, ഭാര്യാപുത്രാദികൾ കൊണ്ടുള്ള അസുഖങ്ങൾ, വ്യാധി, ദുഃഖം, പ്രയത്നഫലം കുറയുക, ശരീരത്തിൻ്റെ ശോഭ നഷ്ടപ്പെടുക, യശസ് ഇല്ലാതാവുക, പലതരത്തിലുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരിക, ജോലി നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ടാവുക, ബന്ധനത്തിൽ ഏർപ്പെട്ടു പോവുക, ആസ്പത്രിവാസം ഉണ്ടാവുക, വീട് വിട്ടു പോകുവാൻ പറ്റുന്ന സാഹചര്യങ്ങൾ എത്തിച്ചേരുക, തൊഴിൽ നഷ്ടപ്പെടുക അല്ലെങ്കിൽ തൊഴിൽ മാറ്റം ഉണ്ടാവുക, ഇവയൊക്കെയാണ് ശനി 12ാം ഭാവത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ. എന്നാൽ രാഹു 11ാം സ്ഥാനത്ത് ആയതുകൊണ്ട് ഇതിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുവാൻ സാധ്യതയുണ്ട്. ഗുണാനുഭവങ്ങൾ കൂടും. രാഹുവിൻ്റെ 11ാം ഭാവം ഗുണകരമാണ്. സുഖം, സൗഭാഗ്യം, വിദേശ ജോലിക്ക് ശ്രമിക്കുകയാണെങ്കിൽ അത് കിട്ടുക, വിദേശയാത്രയ്ക്കുള്ള അവസരങ്ങൾ ഉണ്ടാവുക, അറിവ് നേടുവാനുള്ള അവസരം ഉണ്ടാവുക എന്നിവ രാഹു 11ാം സ്ഥാനത്ത് എത്തുമ്പോൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതാണ്. അതേ അവസരത്തിൽ തന്നെ ഇവർക്ക് കേതുവിൻ്റെ ഭാവം ഗുണകരമല്ല. കേതു 5ാം ഭാവത്തിലാണ്. 5ാം ഭാവം കേതുവിന് ശുഭസ്ഥാനം അല്ല. നഷ്ടം, ചിലവ് കൂടുക, വാഹനാപകടത്തിനുള്ള സാധ്യതകൾ, കലഹം എന്നിങ്ങനെ ചില അവസ്ഥയിലൂടെ കടന്നു പോകേണ്ട സ്ഥിതി വരും. 5ാം ഭാവത്തിൽ കേതു വന്നെത്തുമ്പോൾ വളരെ വേഗത്തിൽ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ ചന്ദ്രൻ്റെ അവസ്ഥ കണക്കാക്കാതെയാണ് ഈ ഫലങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മേടക്കൂറുകാരായ അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം നക്ഷത്രക്കാർക്ക് ഈ കർക്കിടക മാസത്തിലെ ദോഷങ്ങൾ മാറിക്കിട്ടുന്നതിനു വേണ്ടി ക്ഷേത്ര ദർശനം നടത്തുക, വിഷ്ണുവിന് പാൽപ്പായസം, തൃക്കൈവെണ്ണ, ത്രിമധുരം, കദളിപ്പഴം, അവിൽ നിവേദ്യം എന്നിവ നടത്തുക. അതേപോലെ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം, ഉമാമഹേശ്വര പൂജ, പിൻവിളക്ക്, കൂവളമാല എന്നിവ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. കൂടാതെ ഗണപതി ഹോമം നടത്തുകയും ചെയ്യുന്നത് വഴി ഇവർക്ക് ദോഷഫലങ്ങൾ കുറയുകയും ശുഭഫലങ്ങൾ കൂടുന്നതിനും സാധ്യതയുണ്ട്. ആദിത്യൻ്റെ അഥവാ രവിയുടെ ദോഷം ഉള്ളതുകൊണ്ട് ശിവനെ പ്രീതിപ്പെടുത്തുകയും ശിവക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുന്നത് ഏറെ ഗുണകരമാണ്. വ്യാഴത്തിൻ്റെ ദോഷം ഉള്ളതുകൊണ്ട് വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നത് ഇവർക്ക് ഗുണകരമായി. കേതുവിൻ്റെ ദോഷം ഉള്ളതുകൊണ്ട് വിഘ്നേശ്വരനെ പ്രീതിപ്പെടുത്തുന്നത് വളരെ അധികം ഗുണം ചെയ്യുന്നതാണ്. പൊതുവെ പറഞ്ഞാൽ മേടക്കൂറുകാർക്ക് ഈ കർക്കിടക മാസം സുഖദോഷങ്ങൾ സമ്മിശ്രമായ ഒരു മാസമാണ്.